ഹലോ, ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? റൈറ്റ് ആൻസർ കരളാണ്. ഒരുപാട് പേര് കരൾ എന്ന ആൻസർ കമൻറ്റ് ചെയ്തിരുന്നു. ചില ആൻസേഴ്സ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെറുകുടലിനും പാൻക്രിയാസിനും ഒക്കെ വന്നു. തെറ്റാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ അവയവം സ്കിന്നാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കരളാണ്. 1500 ഗ്രാമാണ് കേട്ടോ കരളിൻ്റെ ഏകദേശം ഭാരം. 1500 ഗ്രാമാണ്. 1500 1400 ഗ്രാം വരുന്ന നമ്മുടെ ശരീരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം. ഇന്ന് ബ്രെയിനെ പറ്റിയുള്ള ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യട്ടെ. മസ്തിഷ്കം മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. ഏകദേശം 1400 ഗ്രാം ഭാരം വരും മസ്തിഷ്കത്തിന്. മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇവ സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. നമ്മുടെ ഓർമ്മ, ബുദ്ധി, ഭാവന ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ആളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നത് ഈ സെറിബെല്ലമാണ്. അപ്പോൾ മദ്യപാനികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേച്ച് പോകുന്നത്? മദ്യം കഴിക്കുമ്പോൾ സെറിബെല്ലത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ തുലനനില, ആ തുലനനിലയ്ക്ക് പ്രോബ്ലം വരുമ്പോഴാണ് അവർ ബാലൻസ് ഒക്കെ തെറ്റി വേച്ചു പോകുന്നത്. മദ്യപാനികൾ ശ്രദ്ധിക്കുക, സെറിബെല്ലത്തിനെ കഷ്ടപ്പെടുത്തരുത്. ഇനി മെഡുല ഒബ്ലാങ്കേറ്റ, അതാണ് നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് മസ്തിഷ്ക മരണമൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിലെ റിലേ സെന്റർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ്. നമ്മൾ വേദനാ സംഹാരികളൊക്കെ കഴിക്കുമ്പോൾ മോർഫിൻ, ആസ്പിരിൻ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലാമസിനെയാണ്. നമ്മുടെ ശരീരത്തിലെ റിലേ സെന്ററാണ് തലാമസ്. ഹൈപ്പോതലാമസിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, സുഖാനുഭൂതി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നോക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, മസ്തിഷ്കത്തെ പറ്റിയുള്ള പഠനശാഖയാണ് ഫ്രീനോളജി. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കരയിലെ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏത്? ആൻസർ കമന്റ് ചെയ്യുമല്ലോ.